സംസാരിക്കാൻ വിസമ്മതിച്ചതിന്റെ ഒരു കൊടിയ പക. 13-കാരിക്ക് നേരെ ആസിഡ് എറിഞ്ഞത് 19-കാരനാണ് ഫോട്ടോഗ്രാഫർ. രാജസ്ഥാനിലെ ജയ്പൂരിലാണ് സംഭവം. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെയാണ് ഈ ആസിഡ് ആക്രമണം നടക്കുന്നത്. ശ്രീ ഗംഗാനഗർ ജില്ലയിലെ സുഭാഷ് പാർക്കിന് സമീപം. ഈ പെൺകുട്ടി സ്കൂളിലേക്ക് പോകുന്ന വഴിയായിരുന്നു. അപ്പോഴാണ് തടഞ്ഞു നിർത്തി ഈ കുട്ടിക്ക് നേരെ ആക്രമണം നടത്തുന്നത് ആ കൊടും ക്രിമിനൽ. പ്രതി, അയാളുടെ പേര് ഓം പ്രകാശ് എന്നാണ്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. തന്നോട് സംസാരിക്കാൻ ഈ പെൺകുട്ടി വിസമ്മതിച്ചു എന്നുള്ളതാണ് പ്രതിക്ക് പെൺകുട്ടിയോടുള്ള വൈരത്തിന് കാരണം. 19 വയസ്സാണ് ഇയാളുടെ പ്രായം. ഒരു ഫോട്ടോഗ്രാഫറാണ്. ഈ ഫോട്ടോഗ്രാഫറായിട്ടുള്ള ഇയാൾ ഒരു വിവാഹത്തിൽ പങ്കെടുത്തപ്പോൾ ആ ജോലിയുടെ ഭാഗമായി എത്തിയതാണ്. അവിടെ വെച്ച് ഈ പെൺകുട്ടിയെ ആദ്യമായി കണ്ടുമുട്ടുന്നത്. പിന്നീട് ഓം പ്രകാശ് ഈ പെൺകുട്ടിക്ക് പിന്നാലെയായി. അവളെ കാണാനും സംസാരിക്കാനും പലവട്ടം ശ്രമിച്ചു. ഈ അപരിചിതനായിട്ടുള്ള ഈ ഫോട്ടോഗ്രാഫറോട് സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ളതാണ് പെൺകുട്ടിയുടെ നിലപാട്. ഇതൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി അവനെ ശകാരിക്കുകയും ചെയ്തു. പെൺകുട്ടിയുടെ ഇത്തരത്തിലുള്ള ശകാരത്തിൽ ഇയാൾ ക്ഷുഭിതനാവുകയാണ്. തുടർന്ന് പ്രതികാരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ പ്രതികാരത്തിന്റെ മാർഗമാണ് ഇയാൾ കണ്ടെത്തിയ ആസിഡ് ആക്രമണം. 16 तारीख को थाना केसरी सिंहपुर में एक नाबालिग बच्ची पर एसिड अटैक की घटना सामने आई थी, जिसमें तुरंत FIR दर्ज कर हमने काम शुरू कर दिया था. चूंकि आरोपी अज्ञात था तो उस पर तुरंत 25,000 का इनाम भी निकाला गया और कड़ी मेहनत से हमें सफलता मिली. अज्ञात आरोपी को गिरफ्तार किया गया है और आरोपी का नाम ओम प्रकाश उर्फ जानी है. 19 साल का है, केसरी सिंहपुर का ही निवासी है. इसको अरेस्ट करके और हम प्रयास करेंगे कि इस केस में जल्द से जल्द चालान पेश करके इसको केस ऑफिसर स्कीम में लेंगे. അന്ന് സ്കൂളിലേക്ക് നടന്നു പോവുകയായിരുന്നു ആ പെൺകുട്ടി. അവളുടെ അടുത്തേക്ക് ഒരു ബൈക്കിലെത്തുകയാണ് ഈ പ്രതി. ആസിഡ് കുപ്പി നേരെ വലിച്ചെറിഞ്ഞു പെൺകുട്ടിക്ക് നേരെ. ആ പെൺകുട്ടിയുടെ കൈകൾക്ക് നേരെയാണ് കുപ്പി വന്നത്. വിരലുകൾക്ക് സാരമായി പൊള്ളലേറ്റു. വസ്ത്രങ്ങൾ നശിക്കുകയും ചെയ്തു. പക്ഷെ ഭാഗ്യം കൊണ്ട് അതിനുമപ്പുറത്തേക്ക് ഒരു അപകടം ആ പെൺകുട്ടിക്ക് നേരിട്ടില്ല. എന്തായാലും ഈ ആക്രമണത്തിന് ശേഷം രക്ഷപ്പെടുകയായിരുന്നു പ്രതി. മുഖം തുണി കൊണ്ട് മറച്ചിരുന്നു, ഹെൽമറ്റ് കൊണ്ടും മറച്ചിരുന്നു. മാത്രമല്ല ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് അതിൽ മറ്റൊരു തുണി ചുറ്റി വെച്ചിരുന്നു. ഒരു തരത്തിലും കണ്ടെത്താൻ കഴിയാത്ത തരത്തിൽ. എന്താണെങ്കിലും CCTV ദൃശ്യങ്ങൾ, ക്യാമറകൾ അതിൽ പതിഞ്ഞിരുന്നു ഇയാൾ ബൈക്കിൽ പോകുന്നതെല്ലാം. അങ്ങനെ ആ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് പ്രദേശവാസികളുടെ സഹായം തേടിയ പോലീസ് ഈ പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്താണെങ്കിലും പോലീസിന്റെ പിടിയിലായി. അറസ്റ്റിലായതിനു ശേഷം പോലീസ് ഒരു കാര്യം ചെയ്തു. ഈ പ്രതിയെ ആ മാർക്കറ്റിലൂടെ ചെവിയിൽ കൈ ഇങ്ങനെ പിടിച്ച് നടത്തിക്കൊണ്ടാണ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. എന്തിനെന്നോ, പൊതുജനങ്ങളിൽ നിയമത്തോടുള്ള ഭയം വളർത്തുന്നതിനും സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇനി ഉണ്ടാകരുത് എന്നുള്ള തീരുമാനത്തിലാണ് അങ്ങനെ ചെയ്തതെന്ന് പോലീസ് പറയുന്നു. നല്ലതോ ചീത്തയോ എന്ന് പിന്നീട് ആലോചിക്കാം. തവണ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ കാണാം 20-ാം മണിക്കൂറിൽ. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.